ആസിഡ് ആക്രമണ കേസുകളിൽ കർശന നടപടിയെടുക്കണമെന്ന് സുപ്രീം കോടതി. ആക്രമിക്കപ്പെട്ട ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. അക്രമിയുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകിക്കൂടെയെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ആസിഡ് ആക്രമണത്തിൽ നിയമത്തിന് അതീതമായ അസാധാരണ ശിക്ഷാ നടപടികൾ വേണമെന്നും നിയമനിർമ്മാണം ആവശ്യമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ വിവരങ്ങൾ വേണ്ടി. ബാലഗോപാൽ, ഒരു കാലത്ത് വലിയ തോതിൽ ഈ ആസിഡ് ആക്രമണങ്ങൾ വ്യാപകമായിരുന്നു. ഒട്ടേറെ അതിജീവിതകളെ ആ നിലയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏത് കേസ് പരിഗണിക്കവെയാണ് കോടതി കൃത്യമായി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ഡിവിഷൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ചാണ് ഈ ആസിഡ് ആക്രമണത്തിന് ഇരയായ ഷഹീൻ മാലിക് എന്ന യുവതി നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവേ സുപ്രധാനമായ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, സുപ്രധാനമായ അഭിപ്രായ പ്രകടനം നൽകിയിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ആസിഡ് ആക്രമണ കേസുകളിലെ പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നതാണ്. അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നും കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം, അതായത് ഈ ആസിഡ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്തേണ്ടതുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ എണ്ണം കുറയ്ക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് നിർദ്ദേശിച്ചത്. നേരത്തെ രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളോടും ഈ ഹൈക്കോടതികളുടെ പരിഗണനയിലുള്ള ആസിഡ് ആക്രമണ കേസുകളുടെ കണക്ക് നൽകുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. ചില ഹൈക്കോടതികൾ അതുമായി ബന്ധപ്പെട്ട കണക്ക് സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില ഹൈക്കോടതികൾ ഈ കണക്ക് നൽകിയിട്ടില്ല. ആ കണക്ക് ഇതുവരെ നൽകാത്ത ഹൈക്കോടതികളെ സംബന്ധിച്ചിടത്തോളം ആ പട്ടിക എത്രയും വേഗം കൈമാറുവാനാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കർശനമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ വാക്കുകളിൽ നിന്ന് ഇന്ന് മനസ്സിലാകുന്നത്.